ജെ മേഴ്സിക്കുട്ടിയമ്മ നയിക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ആറ്റിങ്ങലിൽ ആവേശകരമായ സ്വീകരണം നൽകി. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് സംഘടിക്കാനുള്ള അവകാശം നേടിയെടുത്ത പാരമ്പര്യമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനുള്ളത്. 1926 ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. മിനിമം വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംബേദ്കർ മറ്റും വാദമുയർത്തി അത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് മിനിമം കൂലിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തുടക്കം കുറിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ക്ഷേമ പദ്ധതികളും മറ്റുമെല്ലാം നിരവധി നിയമങ്ങൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ആ നിയമങ്ങളെയെല്ലാം നമുക്കറിയാം. ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണല്ലോ നമ്മൾ ഇന്നിപ്പോ ഓർത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പഴയകാല പീഡനങ്ങൾ അനുസ്മരിച്ചത് ഈ ഒരാഴ്ചക്കിടയിലാണ്. ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ 80ാം വാർഷികം. എന്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്? അന്ന് ഇന്ദിരാഗാന്ധി രാജ്യമെമ്പാടും തൊഴിലാളി വിരുദ്ധ നയം നടപ്പാക്കുന്നതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. നാനാ മേഖലയിൽപ്പെട്ട തൊഴിലാളികൾ, കൃഷിക്കാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ അസംതൃപ്തി അതിശക്തമായി ഉയർന്നതിന്റെ പശ്ചാത്തലം ഇന്ത്യൻ റെയിൽവേയെ സ്തംഭിപ്പിച്ചുകൊണ്ട് റെയിൽവേ തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക്, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക്, ഇങ്ങനെയെല്ലാം ജനങ്ങളുടെ ഉയർന്ന അസംതൃപ്തിയും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകാനാവില്ല എന്ന തോന്നലാണ് ഇന്ദിരാഗാന്ധിയെ നിലനിൽപ്പിന് വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചത്. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ AITUC നേതാവ് മനോജ് ബി ഇടമന അധ്യക്ഷനായി. CITU നേതാക്കളായ R രാമു, C ജയൻ ബാബു, CPM ഏരിയ സെക്രട്ടറി M പ്രദീപ്, അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റുതുലയ്ക്കൽ അവസാനിപ്പിക്കുക തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. ജൂലൈ 1 മുതൽ 5 വരെ തീയതികളിൽ പഞ്ചായത്തു തലത്തിൽ കാൽനട ജാഥകളും ജൂലൈ 5 യാത്രകൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും ജൂലൈ 7 ബസ് സ്റ്റോപ്പുകളിലും ജൂലൈ 8 രാവിലെ കടകമ്പോളങ്ങളിലും വൈകുന്നേരം പഞ്ചായത്തു തലത്തിൽ പന്തം കൊളുത്തി പ്രകടനവും നടത്തും. 9 പണിമുടക്ക് ദിവസം തൊഴിലാളികളുടെ റാലിയും സമരകേന്ദ്രങ്ങളിൽ ഉച്ചവരെ യോഗവും നടത്തുവാനും സംയുക്ത യോഗവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. HP ന്യൂസ് 24/7. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ. ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. നമ്മുടെ 2 കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ്. പ്രായമേറുന്തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ഒപ്പം ഞങ്ങളെയും. പക്ഷേ മോളുടെ വിവാഹത്തിന്റെ ആദ്യലെത്തോ നിനക്കാണ്. നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു. അച്ഛാ, എങ്ങനെയുണ്ട്? വാത്സല്യത്തിന്റെ മാധുര്യം, അകലങ്ങളിലെ അടുപ്പം. പൂജ ഗ്രൂപ്പ്, കൊല്ലം, ആറ്റിങ്ങൽ.